രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകുമോ? തുടർച്ചയായി ഗുരുതര ലൈംഗിക പരാതികൾ വന്നതോടെയാണ് അയോഗ്യത നടപടികൾ വീണ്ടും ചർച്ചയാകുന്നത്. ഒരു MLA അയോഗ്യനാക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കുറ്റം തെളിഞ്ഞാൽ മാത്രമല്ല, ഗുരുതര കുറ്റങ്ങൾക്ക് അറസ്റ്റിലായാൽ പോലും ഒരു MLA അയോഗ്യനാക്കാൻ സാധിക്കും. നിയമസഭയും സ്പീക്കറും തന്നെയാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. രാഹുലിനെതിരെയുള്ള പോലീസ് റിപ്പോർട്ടുകളായിരിക്കും ഇതിൽ ഏറ്റവും നിർണായകമാവുക. ക്രിമിനൽ കുറ്റങ്ങളിൽ 2 വർഷമോ അതിനു മുകളിലോ ശിക്ഷ ലഭിക്കുമ്പോഴാണ് ഒരാൾ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാകുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റ് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിലൂടെയാണ് ഇത് പ്രാബല്യത്തിൽ വരിക. എന്നാൽ ഗുരുതര കുറ്റങ്ങൾക്ക് നിയമസഭാ സാമാജികർ അറസ്റ്റിലായാലും പ്രത്യേക സാഹചര്യത്തിൽ നിയമസഭയ്ക്ക് ചില നടപടികൾ കൈക്കൊള്ളാവുന്നതാണ്. എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണത്തിലൂടെയാണ് നടപടി വരിക. സ്പീക്കറുടെ നിർദ്ദേശപ്രകാരമോ ഏതെങ്കിലും ഒരു അംഗത്തിന്റെ പരാതിയിലോ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് അന്വേഷണം നടത്താം. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും അത് ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി MLAയുടെ ഭാഗം കേൾക്കും. അന്വേഷണത്തിന് ശേഷം എന്ത് നടപടി വേണമെന്നുള്ള ശുപാർശ കമ്മിറ്റി നിയമസഭയ്ക്ക് മുമ്പാകെ വയ്ക്കും. അംഗത്തിന് മുന്നറിയിപ്പ് നൽകുക, സഭയിൽ മാപ്പ് പറയാൻ നിർദ്ദേശിക്കുക, സഭാ സമ്മേളനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, സഭാ സൗകര്യങ്ങൾ പിൻവലിക്കുക തുടങ്ങിയതാണ് നടപടികൾ. എന്നാൽ അത്യന്തം ഗുരുതരമായ കേസുകളിൽ അംഗത്തെ പുറത്താക്കാനും സഭയ്ക്ക് അധികാരമുണ്ട്. അംഗത്തെ പുറത്താക്കണം എന്നുള്ള റിപ്പോർട്ട് കമ്മിറ്റി അധ്യക്ഷൻ സ്പീക്കറുടെ അനുമതിയോടെ സഭയിൽ അവതരിപ്പിക്കും. സഭയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ അംഗത്വം ഇല്ലാതാകും. എന്നാൽ നിയമപരമായ പരിമിതികളും ഈ കമ്മിറ്റികൾക്കുണ്ട്. അറസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം MLA കുറ്റക്കാരെന്ന് കരുതാൻ കഴിയില്ല എന്നതും കേസ് കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ നടപടി സ്വീകരിക്കുന്നതിലും പരിമിതിയുണ്ട്. ഇതാണ് പ്രതിപക്ഷ നേതാവും സംശയമായി പ്രകടിപ്പിച്ചത്. ഇത് അങ്ങനെയൊന്നും എത്തിക്സ് കമ്മിറ്റി ഒന്നുമല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ് നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ? ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടെന്ന് ഞാൻ ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. രാഹുലിന്റെ കാര്യത്തിൽ അയോഗ്യതയ്ക്കുള്ള സാധ്യതകൾ ഏറെയാണ്. സ്പീക്കർ തന്നെ നടപടിയെക്കുറിച്ച് പറഞ്ഞതും സഭയിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല എന്നതും നടപടിക്ക് ആക്കം കൂട്ടുന്നതാണ്. അയോഗ്യനായാൽ കേരള നിയമസഭയിൽ ലൈംഗികാതിക്രമ കേസിൽ നടപടി നേരിടുന്ന ആദ്യ MLA ആകും രാഹുൽ മാങ്കൂട്ടത്തിൽ. ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.